നമ്മുടെ ഇന്ത്യൻ അതിർത്തികൾ ഇനി കൂടുതൽ സുരക്ഷിതമാവാൻ പോവുകയാണ്. ആകാശ സീമകളിൽ ശത്രുവിന്റെ ഉറക്കം കെടുത്താൻ റഫാൽ വരുന്നു. സമുദ്രപരപ്പിലെ രഹസ്യ നീക്കങ്ങൾ ഒപ്പിയെടുക്കാൻ പോസിഡോൺ എത്തുന്നു. 3.25 ലക്ഷം കോടി രൂപയുടെ ഈ വമ്പൻ പദ്ധതിയിലൂടെ ലോക സൈനിക ശക്തികളിൽ ഇന്ത്യ ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണ്. എന്താണ് ഈ കരാറിന്റെ സവിശേഷത? ഇന്ത്യയുടെ കരുത്ത് ഇതെങ്ങനെ മാറ്റും നോക്കാം. ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാലപ്പഴക്കം ചെന്ന മിഗ് വിമാനങ്ങൾ വിരമിക്കുന്നതോടെ വ്യോമസേനയുടെ സ്ക്വാഡ്രൺ കരുത്തിൽ വലിയൊരു കുറവ് അനുഭവപ്പെട്ടിരുന്നു. രാജ്യത്തിന് സുരക്ഷിതമായ ഒരു ആകാശ കവചം ഒരുക്കാൻ 42 സ്ക്വാഡ്രണുകൾ അത്യാവശ്യമാണെന്നിരിക്കെ നിലവിൽ അത് 29 കുറഞ്ഞത് വലിയൊരു ആശങ്ക തന്നെയായിരുന്നു. ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമായാണ് 114 പുതിയ റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള 3.25 ലക്ഷം കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 4.5 ജനറേഷൻ മൾട്ടി റോൾ യുദ്ധവിമാനമാണ് ഫ്രഞ്ച് നിർമ്മിതമായ റഫാൽ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ശത്രുക്കളുടെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് ആക്രമണം നടത്താനുള്ള കഴിവാണ്. അത്യാധുനികമായ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാഡ് അറേ റഡാറുകളും സ്പെക്ട്ര ഇലക്ട്രോണിക് വാൾഫെയർ സ്യൂട്ടും ഈ വിമാനത്തെ ഒരു പറക്കുന്ന കോട്ടയാക്കി മാറ്റുന്നു. വെറും ഒരു വിമാനം എന്നതിലുപരി ലോങ് റേഞ്ച് മീറ്റിയോർ മിസൈലുകൾ പ്രയോഗിക്കാനുള്ള ഇതിന്റെ ശേഷി അതിർത്തികളിൽ ചൈനയ്ക്കും പാകിസ്ഥാനും മേൽ ഇന്ത്യക്ക് വ്യക്തമായ മേൽക്കൈ നൽകുന്നുണ്ട്. നേരത്തെ വാങ്ങിയ 36 വിമാനങ്ങൾക്ക് പുറമെ ഈ 114 എണ്ണം കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ ആകെ റഫാലുകളുടെ എണ്ണം 150 ഉയരും. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ വ്യോമസേനകളിൽ ഒന്നായി ഇന്ത്യയെ മാറ്റും. ആകാശത്ത് റഫാൽ വിസ്മയം തീർക്കുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ രഹസ്യങ്ങൾ ഒപ്പിയെടുക്കാൻ സജ്ജമാവുകയാണ് P-8I അഥവാ പോസിഡോൺ വിമാനങ്ങൾ. സമുദ്രത്തിനടിയിലൂടെയുള്ള ശത്രു രാജ്യങ്ങളുടെ അന്തർവാഹിനികളുടെ നീക്കം മുൻകൂട്ടി കണ്ടെത്തുക എന്നതാണ് ഈ വിമാനങ്ങളുടെ പ്രധാന ദൗത്യം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ 6 പുതിയ വിമാനങ്ങൾ നാവികസേനയുടെ കരുത്ത് ഇരട്ടിയാക്കും. ഈ വിമാനങ്ങൾ കേവലം നിരീക്ഷണത്തിന് മാത്രമുള്ളതല്ല, മറിച്ച് സമുദ്രത്തിനടിയിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാനുള്ള മാരകമായ ടോർപീഡോകളും മിസൈലുകളും വഹിക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ട്. ദീർഘനേരം കടലിന് മുകളിൽ പറന്നു നടന്ന് വിവരങ്ങൾ ശേഖരിക്കാനും അവ തത്സമയം കപ്പലുകളിലേക്കും ആസ്ഥാനങ്ങളിലേക്കും എത്തിക്കാനും സാധിക്കുന്ന ഈ 4 വിമാനങ്ങൾ ഇന്ത്യയുടെ സമുദ്ര അതിർത്തികളെ കൂടുതൽ സുരക്ഷിതമാക്കും. ആധുനിക സെൻസറുകളും സോണർ സംവിധാനങ്ങളും ഉപയോഗിച്ച് കടലിന്റെ ആഴങ്ങളിലെ ചെറിയ ചലനങ്ങൾ പോലും പിടിച്ചെടുക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഈ ബൃഹത് പദ്ധതി വെറും ഒരു ആയുധ കരാറല്ല, മറിച്ച് വരാനിരിക്കുന്ന ദശകങ്ങളിൽ ഇന്ത്യയുടെ ആഗോള സ്വാധീനം ഉറപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ്. വടക്ക് ഹിമാലയൻ അതിർത്തികളിലെ വെല്ലുവിളികളെ നേരിടാൻ റഫാലും തെക്ക് സമുദ്രമേഖലയിലെ ഭീഷണികളെ ചെറുക്കാൻ P-8I വിമാനങ്ങളും എത്തുന്നതോടെ ഇന്ത്യയുടെ പ്രതിരോധ കവചം പൂർണ്ണമാകുകയാണ്. 3.25 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്ന ഉറച്ച പ്രഖ്യാപനം കൂടിയാണ്. ആധുനിക സാങ്കേതിക വിദ്യയും സൈനികരുടെ വീര്യവും ഒത്തുചേരുമ്പോൾ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേന നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വിമാനങ്ങളുടെ എണ്ണത്തിലുള്ള കുറവാണ്. പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഇരട്ടി ഭീഷണികളെ ഒരേ സമയം നേരിടാൻ ഇന്ത്യക്ക് കുറഞ്ഞത് 42 സ്ക്വാഡ്രണുകളെങ്കിലും ആവശ്യമാണ്. എന്നാൽ പഴയ കാലത്തെ MiG-21 പോലുള്ള വിമാനങ്ങൾ ഓരോന്നായി വിരമിക്കുന്നതോടെ ഈ എണ്ണം 29 താഴ്ന്നു. ഈ ഒരു വലിയ വിടവ് നികത്താനാണ് 114 മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയത്. 36 റഫാൽ വിമാനങ്ങൾ നേരത്തെ തന്നെ ഇന്ത്യയുടെ പക്കലുണ്ട്. എന്നാൽ ഈ പുതിയ 114 വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം പൂർണ്ണമായും ആധുനികവൽക്കരിക്കപ്പെടും. റഫാലിന്റെ പ്രത്യേകത എന്നത് അത് കേവലം ഒരു യുദ്ധവിമാനം മാത്രമല്ല, മറിച്ച് ഒരു ഒമ്നി റോൾ വിമാനമാണെന്നതാണ്. അതായത് ഒരേ ദൗത്യത്തിൽ തന്നെ ശത്രു വിമാനങ്ങളെ തകർക്കാനും ഭൂമിയിലെ ലക്ഷ്യങ്ങൾ ലക്ഷ്യമിടാനും നിരീക്ഷണം നടത്താനും ഇതിന് സാധിക്കും. ചൈനയുടെ പക്കലുള്ള J-20 വിമാനങ്ങളെക്കാൾ യുദ്ധ പരിചയവും സാങ്കേതിക മികവും റഫാലിനുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഹിമാലയൻ അതിർത്തികളിലെ കുറഞ്ഞ ഓക്സിജൻ ഉള്ള സാഹചര്യത്തിലും മികച്ച രീതിയിൽ പറന്നുയരാനും ആക്രമണം നടത്താനും റഫാലിന് പ്രത്യേക ശേഷിയുണ്ട്. റഫാലിനെ ലോകത്തെ മറ്റു യുദ്ധവിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിലെ ആയുധ ശേഖരമാണ്. ഇതിൽ പ്രധാനമാണ് മീറ്റിയോർ മിസൈലുകൾ. 150 കിലോമീറ്ററിനപ്പുറം നിൽക്കുന്ന ശത്രു വിമാനത്തെ പൈലറ്റിന്റെ കണ്ണിൽ പെടുന്നതിന് മുമ്പ് തന്നെ തകർക്കാൻ ഈ മിസൈലിന് കഴിയും. അതുപോലെ തന്നെ ശത്രു രാജ്യത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവരുടെ ബങ്കറുകളും കമാൻഡ് സെന്ററുകളും തകർക്കാൻ ശേഷിയുള്ള സ്കാൽപ് ക്രൂയിസ് മിസൈലുകളും ഇതിലുണ്ട്. സാങ്കേതികമായി നോക്കിയാൽ ഇതിലെ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ അറേ റഡാർ
ഒരേ സമയം പല ദിശകളിലുള്ള ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാൻ പൈലറ്റിനെ സഹായിക്കുന്നു. ശത്രുക്കളുടെ റഡാറുകളെ ജാം ചെയ്യാനുള്ള സ്പെക്ട്ര എന്ന ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം റഫാലിനെ ഒരു അദൃശ്യ പോരാളിയാക്കി മാറ്റുന്നു. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആണവായുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയും റഫാലിനുണ്ടെന്നത് രാജ്യത്തിന്റെ സുരക്ഷാ സഹായങ്ങൾക്ക് വലിയൊരു കരുത്താണ്. വായുവിലെ കരുത്തു പോലെ തന്നെ പ്രധാനമാണ് ഇന്ത്യയുടെ സമുദ്ര അതിർത്തികളും. ലോക വ്യാപാരത്തിന്റെ വലിയൊരു പങ്കും കടന്നുപോകുന്ന ഇന്ത്യൻ മഹാസമുദ്രം ഇന്ന് ചൈനീസ് അന്തർവാഹിനികളുടെ സാന്നിധ്യം കൊണ്ട് പ്രക്ഷുബ്ധമാണ്. ഇതിനെ ചെറുക്കാനാണ് 6 പുതിയ PA ടൈപ്പ് പോസിഡോൺ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങുന്നത്. അമേരിക്കൻ കമ്പനിയായ ബോയിങ് നിർമ്മിക്കുന്ന ഈ വിമാനം ലോകത്തിലെ ഏറ്റവും മികച്ച സമുദ്ര നിരീക്ഷണ വിമാനമായിട്ടാണ് കരുതപ്പെടുന്നത്. ഈ വിമാനത്തിന്റെ പ്രധാന ജോലി ആന്റി സബ്മറൈൻ വാർഫെയർ അഥവാ അന്തർവാഹിനികളെ വേട്ടയാടുക എന്നതാണ്. കടലിന്റെ ആഴങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുവിന്റെ അന്തർവാഹിനികളെ കണ്ടെത്താൻ ഇതിൽ സോണോബോയ്സ് എന്ന സംവിധാനമുണ്ട്. ഇവ കടലിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ വെള്ളത്തിനടിയിലെ ചെറിയ ശബ്ദങ്ങൾ പോലും വിമാനത്തിലെ കമ്പ്യൂട്ടറുകളിൽ തെളിയും. ലഡാക്ക് അതിർത്തിയിലെ സംഘർഷമുണ്ടായപ്പോൾ പോലും ഇന്ത്യൻ നാവികസേന ഈ വിമാനങ്ങളെ നിരീക്ഷണത്തിനായി ഹിമാലയത്തിൽ ഉപയോഗിച്ചിരുന്നു. ഹാർപൂൺ മിസൈലുകളും ടോർപിഡോകളും വഹിക്കാൻ കഴിയുന്ന പോസിഡോൺ നിരീക്ഷണം നടത്തുന്നതോടൊപ്പം തന്നെ ശത്രുവിനെ ആക്രമിക്കാൻ കെൽപ്പുള്ളതാണ്. ഈ വലിയ നിക്ഷേപം ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രത്തിൽ വലിയൊരു മാറ്റമാണ് കൊണ്ടുവരുന്നത്. വെറുതെ വിമാനങ്ങൾ വാങ്ങുക എന്നതിലുപരി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഈ വിമാനങ്ങളുടെ വലിയൊരു ശതമാനം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ സ്വകാര്യ പ്രതിരോധ മേഖലയ്ക്കും ആയിരക്കണക്കിന് ആളുകൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. കൂടാതെ സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതോടെ ഭാവിയിൽ നമുക്ക് സ്വന്തമായി ഇത്തരം അത്യാധുനിക വിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള കരുത്തും ലഭിക്കും. ചൈനയുടെ കടന്നുകയറ്റ ശ്രമങ്ങളെയും പാകിസ്ഥാന്റെ പ്രകോപനങ്ങളെയും പ്രതിരോധിക്കാൻ ഇന്ത്യ സജ്ജമാണെന്ന ശക്തമായ സന്ദേശമാണ് ഈ 3.25 ലക്ഷം കോടി രൂപയുടെ പദ്ധതി ലോകത്തിന് നൽകുന്നത്. നമ്മുടെ സൈനികരുടെ ധീരതയ്ക്കൊപ്പം ഇത്തരം അത്യാധുനിക യന്ത്ര സാമഗ്രികൾ കൂടി ചേരുമ്പോൾ ഇന്ത്യയുടെ അതിർത്തികൾ ആർക്കും ഭേദിക്കാനാവാത്ത ഒരു കോട്ടയായി മാറും. വരും വർഷങ്ങളിൽ ഏഷ്യയിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ഏറ്റവും വലിയ സുരക്ഷാ പങ്കാളിയായി ഇന്ത്യ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെറും ഒരു ആയുധ കരാറിന്റെ കണക്കുകളല്ല, മറിച്ച് മാറ്റം കൊതിക്കുന്ന കരുത്താർജിക്കുന്ന ഒരു നവഭാരതത്തിന്റെ നേർചിത്രമാണ്. 3.25 ലക്ഷം കോടി രൂപ എന്ന വലിയ തുക കേൾക്കുമ്പോൾ അത് വെറും ഒരു ചിലവായി തോന്നാം. എന്നാൽ ഇത് രാജ്യത്തിന്റെ നാളേക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ്. സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യം ആ സമാധാനം നിലനിർത്തണമെങ്കിൽ അതിന് കെൽപ്പുള്ള ഒരു പ്രതിരോധ സേന അനിവാര്യമാണ്. ശക്തിയുള്ളവന്റെ വാക്കുകൾക്ക് ലോകം വില കൽപ്പിക്കുമെന്ന യാഥാർത്ഥ്യം ഇന്ന് ഇന്ത്യ തിരിച്ചറിയുന്നു. 114 റഫാൽ വിമാനങ്ങൾ ആകാശത്ത് ഒരു വജ്ര കവചം തീർക്കുമ്പോൾ PA ടൈപ്പ് പോസിഡോൺ വിമാനങ്ങൾ നമ്മുടെ സമുദ്ര സീമകളിൽ അദൃശ്യമായ ഒരു കണ്ണിയായി മാറും. ഇത് ചൈനയ്ക്കോ പാകിസ്ഥാനോ ഉള്ള ഒരു താക്കീത് മാത്രമല്ല, മറിച്ച് ആഗോളതലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇന്ത്യക്ക് ഇനി വലിയ പങ്കുണ്ടാവുമെന്ന പ്രഖ്യാപനം കൂടിയാണ്. ഈ പദ്ധതിയുടെ മറ്റൊരു വലിയ ഗുണം ഇത് നമ്മുടെ ആഭ്യന്തര പ്രതിരോധ മേഖലയ്ക്ക് നൽകുന്ന ഉണർവാണ്. മേക്ക് ഇൻ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണിത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ച് സ്വന്തം മണ്ണിൽ വിമാനങ്ങളും മിസൈലുകളും നിർമ്മിക്കുന്നതിലൂടെ ഇന്ത്യ സാങ്കേതികമായി സ്വയം പര്യാപ്തത നേടുകയാണ്. വരും തലമുറയിലെ എഞ്ചിനീയർമാർക്കും ശാസ്ത്രജ്ഞർക്കും ഇത് വലിയ അവസരമായി മാറും. നമുക്ക് അഭിമാനിക്കാം, കാരണം ഇന്ത്യയുടെ സുരക്ഷാ കവചത്തിന് ഇനി പുതിയ ചിറകുകളാണ്. ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന, ആരെയും ഭയപ്പെടാത്ത, സ്വന്തം ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരു മഹാശക്തിയായി ഭാരതം മാറിക്കഴിഞ്ഞു. ഈ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ രീതിയാണ് ആധുനിക യുദ്ധതന്ത്രം. അതായത് ഒറ്റപ്പെട്ട ആക്രമണങ്ങൾക്ക് പകരം ഒരു ടീമായി ശത്രുവിനെ വളയാൻ ഈ അത്യാധുനിക വിമാനങ്ങൾ ഇന്ത്യയെ സഹായിക്കുന്നു. ഇതിലൂടെ യുദ്ധമുണ്ടായാൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ശത്രുവിനെ നിഷ്പ്രഭമാക്കാൻ ഇന്ത്യക്ക് സാധിക്കും. നമുക്ക് അഭിമാനിക്കാം, കാരണം ഇന്ത്യയുടെ സുരക്ഷാ കവചത്തിന് ഇനി പുതിയ ചിറകുകളാണ്. ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന, ആരെയും ഭയപ്പെടാത്ത, സ്വന്തം ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരു മഹാശക്തിയായി ഭാരതം മാറിക്കഴിഞ്ഞു. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.